ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം മുതൽ പിറ്റേന്ന് ഉച്ച വരെയുള്ളൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മോൻ്റെ കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ടായി. ആ കൂട്ടുകാരന് വന്നിട്ടാകുമ്പോൾ ചായക്കടി ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ നീരുള്ളി, തക്കാളി, പച്ചമുളക്, കറിച്ചപ്പല, പിന്നെ ക്യാരറ്റ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഞാനിത് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്നാക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതും ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മധ്യത്തിലായിട്ട് ഞാൻ 2 മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം, ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് ചേർക്കാം. ഞാൻ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പിച്ചിട്ട് എല്ലാ മസാലയൊക്കെ ഒന്നിച്ചിട്ട് മിക്സാക്കി കൊടുക്കണം. ഞാനെല്ലാം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആഡ്സും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. തണുക്കാനായിട്ട് നമുക്ക് മാറ്റിയേക്കാം. പിന്നെ ബ്രെഡ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിന് റൗണ്ട് ഷേപ്പിലായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ മധ്യത്തിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ അതേപോലെ കട്ടാക്കിയ ബ്രെഡും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണപ്പടെ റെഡിയായി. അതേപോലെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി വന്നത് ബ്രെഡ് ക്രംസായിട്ട് പൊടിച്ചിട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുട്ട എടുത്തിന് മുട്ട നല്ലതുപോലെ ബീറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നു. അങ്ങനെ പാൽ ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കാം. മിക്സാക്കി എടുത്തിട്ടായിട്ട് നമ്മൾ മസാല വെച്ച ബ്രെഡ് ഇതുപോലെ ഒന്ന് ആ മുട്ടേൻ്റെ വെള്ളയിൽ മുക്കിയിട്ടെടുക്കണം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് എത്തുന്നത് പോലെ നല്ലതുപോലെ കോട്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിന് ബാക്കിയെല്ലാം നമുക്കതേപോലെ ആക്കിയെടുക്കാം. ചട്ടി വെച്ചിന് എണ്ണ ഒഴിച്ച് കൊടുത്തിന് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ആയിട്ടാകുമ്പോൾ മറ്റേ ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ളൊരു സ്നാക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ മതി. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നീരുള്ളി,
ക്യാരറ്റ് അങ്ങനത്തതെല്ലാം ഇട്ടത് മസാല മുട്ട എല്ലാം ഉള്ളത് തന്നെയല്ലേ. അപ്പോൾ വൈകിട്ടത്തെ ചായക്കെല്ലാം മഴ വരുമ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ രണ്ടാമത്തതും അതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതേപോലെ ഞാനിതാ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് ബ്രെഡ് കൊണ്ട് 12 സ്നാക്കാണ് കിട്ടിയത്. ഒരെണ്ണം കഴിച്ചിട്ടാകുമ്പോൾ തന്നെ വയറ് നിറയും. നല്ല വയറ് നിറയും തക്കത്തെ ഒരേ സ്നാക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് ഇപ്പോൾ റെഡിയായി. പിന്നെ ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ മാവ് ഉണ്ടാക്കിന് പാമ്പയൊക്കെ മുറിച്ച് വെച്ചിന് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിന്. മൈദയും മുട്ടയും ഉപ്പും വെള്ളവും കറിച്ചപ്പല പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ആക്കിയ പുട്ട് അതിലേക്ക് പഴം മുറിച്ചിട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ ഇതാ പഴംപൊരിയൊക്കെ റെഡിയായി. ഈ ചായ ഉണ്ടാക്കി അങ്ങനെ മോനും കൂട്ടുകാരനും ചായ കുടിക്കുന്നുണ്ട്. പിന്നെ രാത്രിക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഗ്രില്ലും പൊറോട്ട പിന്നെ മയോണൈസ് ചില്ലി ചിക്കന് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. രാത്രിത്തെ ഫുഡ് അങ്ങനെ ശരിയായി. പിന്നെ രാവിലെ ഞാൻ ഉണ്ടാക്കിയ ദോശയാണ്, ബീഫ് ചില്ലിയും ദോശയാണ്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഒരു 10-11 മണി സമയത്ത് പഴം ജ്യൂസാക്കി ബേക്കാൻ്റെ ജ്യൂസാക്കി കൊടുത്ത്. പിന്നെ ഉച്ചക്കേക്ക് മന്തി ഉണ്ടാക്കുന്ന ചിക്കൻ മന്തി. അതിന് വേണ്ടി ഇതാ കോഴി പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കുറേ പ്രാവശ്യം മന്തിൻ്റെ വീഡിയോ ഇട്ടതാണ്. ഇതാ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബീഫ് ചില്ലി പിന്നെ തക്കാളി ചട്നി മയോണൈസ്. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ വെച്ചിട്ട് വൈകിട്ടത്തെ ചായയും കുടിച്ചിട്ട് അവർ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.